MLA ശ്രീ എ രാജ ചേരുന്നുണ്ട്. ശ്രീ രാജ, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഞാൻ സ്ഥലത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാനൊരു 10 മണി വരെ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവിടെ തുടർച്ചയായിട്ട് 2-3 ദിവസങ്ങളിലായിട്ട് മണ്ണിടിച്ചിലുണ്ട്. ഇങ്ങനെ മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ അവിടുത്തെ ഗതാഗതം അടക്കം നമ്മൾ വേറെ വഴി കൂടെയാണ് തിരിച്ചു വിട്ടിരുന്നത്. വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും അവിടെ ഗതാഗതം നിരോധിച്ചു. മാത്രമല്ല ആ സ്ഥലത്ത് വലിയ രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ അതിന്റെ തൊട്ട് താഴെ താമസിക്കുന്ന കുറേയേറെ കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം പ്രശ്നം ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് അവരെല്ലാം മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച് വൈകുന്നേരങ്ങളിൽ ആ പ്രദേശത്ത് താമസിക്കുന്നവരെല്ലാം നമ്മുടെ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് ക്യാമ്പ് തുറന്ന് അങ്ങോട്ടേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പിന്നീട് മണ്ണെടുത്ത് മാറ്റുന്ന ഒരു പ്രവർത്തനം അവിടെ നടന്നു. നേരത്തെ റോഡിലല്ല, റോഡിന്റെ സൈഡിൽ വീണിരുന്ന മണ്ണുകളെല്ലാം എടുത്ത് മാറ്റുന്ന പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയ്ക്കാണ് വീണ്ടും അവിടെ മണ്ണിടിച്ചൽ ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോ NDRF അങ്ങോട്ട് വരുന്നു എന്ന് കലക്ടർ നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു. അപ്പൊ അവരും കൂടി എത്തിയാൽ കുറച്ചുകൂടി പെട്ടെന്നാകും. ഇപ്പൊ വളരെ ലേറ്റ് ആയല്ലോ, ഇപ്പൊ തന്നെ അവര് കുറെ നേരമായിട്ട് കുടുങ്ങി കിടക്കുകയാണല്ലോ. അതെ 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 അപ്പൊ അവര് അകത്തിരിക്കുന്ന ഒരാളായിട്ട് സംസാരിക്കാൻ പറ്റി. അപ്പോ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചെല്ലുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ബാക്കി ഫയർഫോഴ്സും പോലീസും ബാക്കിയുള്ള നാട്ടുകാരടക്കമുള്ള ആളുകൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി വീടിന്റെ മുകളിലേക്ക്, ഈ ഒരു വീട് മാത്രമല്ല 6-7 വീടുകളുടെ മുകളിലേക്ക് മണ്ണ് വീണു തോന്നുന്നു. പ്രദേശം ഒരു ചെരിവായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോ ഒരു മണ്ണ് ഒരു 4-5 വീടുകളുടെ മേലായി വീണിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ പുറത്തെത്തിച്ചാലും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ അല്ലേ MLA? ഉണ്ട്, മറ്റു വഴികളുണ്ട്. മറ്റു വഴികളിലൂടെ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാം. ഓക്കെ താങ്ക് യു ശ്രീ എ രാജ പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ സാഹചര്യം വലിയ ബുദ്ധിമുട്ടില്ല. അവരെ രക്ഷിക്കുക, പുറത്തെത്തിച്ചാൽ മറ്റെല്ലാ രീതിയിലും സജ്ജമാണ് എന്നുള്ളതാണ്. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ തടസ്സമായിരിക്കുന്നത് ഈ മണ്ണ് കുടുങ്ങിക്കിടക്കുന്നതാണ്. അവരെ പുറത്തെത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിരിക്കുന്നത് കൊണ്ട് ഈ കോൺക്രീറ്റ് പാളികൾ മാറ്റിയാൽ മാത്രമേ ഇവർക്കകത്തേക്ക് പ്രവേശിച്ച് ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഒരാളുടെ കാലിൽ കോൺക്രീറ്റ് വീണിരിക്കുന്നു എന്നാണ് അറിയുന്നത്, കുടുങ്ങിക്കിടക്കുന്നുവെന്ന്. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ പോലും കട്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മണ്ണ് കൂടുതൽ ഇടിഞ്ഞു വീഴാനുള്ളൊരു സാധ്യതയും അവിടെയുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. ഒരാളോട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. രക്ഷാപ്രവർത്തകരിൽ ഒരാൾക്കുള്ളിലേക്ക് കടക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ആശ്വാസകരമാണ് കാര്യങ്ങൾ. അല്പസമയത്തിനകം തന്നെ ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. NDRF സംഘം അങ്ങോട്ട് എത്തുന്നുണ്ട്. കൂടുതൽ ക്രമീകരണങ്ങൾ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരെ ഈ സ്ലാബുകൾ മാറ്റി അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. NDRF എന്തായാലും അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത്. അതുവരെ അകത്തേക്ക് രക്ഷാപ്രവർത്തകന് കടക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ വിവരങ്ങൾ നമുക്കറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആഷിക്ക് വീണ്ടും ചേരുന്നുണ്ട്. ആഷിക്ക്, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? നിലവിൽ ഈ 2 പേരുടെയും കാലുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. അതാണ് ഈ രക്ഷാപ്രവർത്തനത്തെ വലിയ ബാധിക്കുന്നത് എന്ന വിവരമാണ് രക്ഷാപ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. ഒരാൾ വീടിനുള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാൾ വീടിനുള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇരുവരെയും പുറത്തെത്തിക്കാവുന്ന തരത്തിലേക്ക് കോൺക്രീറ്റ് പാളികൾ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. JCB ഉപയോഗിച്ച് നീക്കാനുള്ള ശ്രമങ്ങൾ അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന ആശങ്കയാണ് അതിന് തയ്യാറാകാതെ നിൽക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത്. ഏതായാലും ഈ ജാക്കി അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലികമായി കോൺക്രീറ്റ് പാളികൾ അല്പം ഉയർത്തി വെച്ചതിന് ശേഷം അതിനിടയിലൂടെ അവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നാണ് ഈ ഘട്ടത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഉടനടി തന്നെ അവരെ പുറത്തെത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കപ്പെടുമ്പോൾ തന്നെയും ഇരുവരുടെയും കാലുകൾ ഈ വീടിനുള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിനുള്ളിൽ സാധനങ്ങളും മറ്റും വീണ് ഇവരുടെ കാലുകൾ കുടുങ്ങി കിടക്കുകയാണ്. അവരെ പുറത്തെത്തിക്കുന്നത് സമാധാനമായിരിക്കും. അതിന് ഇവരെ ഇവിടെ നിന്ന് വിടുവിച്ചെടുത്തതിന് ശേഷം വേണം പുറത്തേക്ക് എത്തിക്കാൻ. അപ്പോൾ അതിനുള്ളിൽ കൂടുതൽ രക്ഷാപ്രവർത്തകർ ഇറങ്ങി ചെല്ലേണ്ട സാഹചര്യം, വീടിനുള്ളിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർ ഇറങ്ങി ചെന്നിട്ട് മാത്രമേ ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. അതുകൊണ്ട് കൂടുതൽ രക്ഷാപ്രവർത്തകർ വീടിനുള്ളിലേക്ക് ഇറങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. വീടിനുള്ളിൽ ഇറങ്ങിയതിനു ശേഷം കുടുങ്ങിക്കിടക്കുന്ന 2 പേരെയും മോചിപ്പിച്ച് അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള
ശ്രമം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരെ ഏറ്റവും എളുപ്പത്തിൽ പുറത്തെത്തിക്കുവാനുള്ള സംവിധാനം എന്ന നിലയിൽ മുകളിലുള്ള കോൺക്രീറ്റ് പാളി നീക്കം ചെയ്യാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഏതായാലും ആ നിലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യവും ഉണ്ട്. മഴ പെയ്യുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു. ആ മണ്ണ് കൂടുതൽ ഇടിഞ്ഞു വീണ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളെ കൂടി ഈ മണ്ണിടിച്ചിൽ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ഏതായാലും അതീവ സുരക്ഷയോടെ അതീവ ഗൗരവത്തോടു കൂടി ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കടക്കുകയാണ്. കൂടുതൽ ആംബുലൻസ് സംവിധാനങ്ങൾ പ്രദേശത്ത് അറേഞ്ച് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ അവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികൾ നടത്തുന്നുണ്ട്. ആംബുലൻസുകൾ കൂടുതൽ എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു JCB ആണ് അവിടെ ഉള്ളത്. മണ്ണ് നീക്കാൻ വേണ്ടിയിട്ടുള്ള JCB ഒന്നാണുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ കൂടുതൽ JCB ആവശ്യം വേണ്ടി വന്നാൽ അവയെ കൂടി എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് പ്രാദേശിക ജനപ്രതിനിധി ഘട്ടത്തിൽ അറിയിക്കുന്ന നിലയിലും രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. മണ്ണ് നീക്കം ചെയ്യുക, കോൺക്രീറ്റ് ഉയർത്തി മാറ്റുക, ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏറ്റവും വേഗത്തിൽ മോചിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ അതിനുള്ളിൽ രണ്ടുപേർ കുടുങ്ങിക്കിടക്കുകയാണ്. കാലുകൾ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്ന വലിയ പ്രതിസന്ധിയാണ്. കൂടുതൽ രക്ഷാപ്രവർത്തകർ അതിനുള്ളിലേക്ക് ഇറങ്ങാനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ശരി അഷിഖ്, എന്തായാലും അവിടെ മറ്റൊരു ഭീഷണി ഉള്ളത് മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതുമായി എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമവുമാണ് നടക്കുന്നത്. കലക്ടർ നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടെ വലിയ ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഇപ്പോഴും ഉണ്ട്. കാരണം ഇടിഞ്ഞ ഭാഗത്തു നിന്ന് വീണ്ടും മണ്ണിടിയുമോ എന്നൊക്കെയുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും NDRF അങ്ങോട്ട് എത്തിച്ചേരും. അല്പസമയത്തിനകം തന്നെ